സുൽത്താൻ ലൽമയുടെ കാറിൽ യാത്ര ചെയ്യുന്ന സമയത്ത് സുൽത്താൻ ലൽമ പറയുന്ന ഒരു വാക്ക് ഞാൻ കേൾക്കുകയാ. നാടന്മാര് പറഞ്ഞ വർത്താനം എന്നല്ല കേട്ടോ, സുൽത്താനുൽ ഉലമ പറഞ്ഞതാണ് ഇപ്പൊ പറയാൻ പോണത്. നിങ്ങൾ കേട്ടില്ലേ? എന്താ പുറത്തുനിന്നൊരു സൗണ്ടൊക്കെ കേൾക്കണ്ടല്ലോ? അതാരോ പറന്നു വരിക, കയ്യും കാലിട്ട് അടിച്ച് പറക്കാണ്, നീന്തണമാതിരി ഇങ്ങനെ പറക്കണതാ. അടച്ചോൻ, എന്താ ഈ സംഭവം? എന്തായാലും ഇപ്പൊ മൂലിയാര് പറയണ മുഴുവൻ കേട്ടു നോക്കുക. അയാളവിടെ നിന്നോട്ടെ, അവിടെ നിക്കി, പോലി അവിടെ നിക്കി, പുറത്തിറങ്ങി ഒന്ന് കാണണം കളച്ച്. ഞങ്ങളുടെ പരിപാടിയിലാണ് പോകുന്നത്. സുൽത്താൻ ലൽമ അവിടെ എത്തേണ്ടതുണ്ട്. ഞാനും ആ കാറിലുണ്ട്. ഇങ്ങനെ പോകുമ്പോൾ ഉള്ളാണ്ടവൾ ഇങ്ങനെ പ്രസംഗിച്ചു കൊണ്ടിരിക്കുകയാണ്. സംഘാടകർ വന്ന് പറയുന്നു, തങ്ങളും പാപ്പ കുറച്ചു നേരമായി പ്രസംഗം ഇങ്ങനെ നീണ്ടുപോവാ. സംഘാടകർ അവിടെ എത്തി. തങ്ങളിങ്ങനെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോ ഇയാളും പിന്നെ സുൽത്താൻ ഉലമയും കൂടി അവിടെ അങ്ങോട്ട് കയറി ചെന്നപ്പോ സംഘാടകർ പറയാണ്, പ്രസംഗം തുടങ്ങിയിട്ട് കുറച്ച് സമയമായി, ഉള്ളാൾ തങ്ങൾ കുറച്ചു നേരമായി പ്രസംഗിക്കണം കേട്ടോ എന്ന് പറഞ്ഞു. അത് ചോദിച്ചിട്ടുണ്ടാവും, കുറച്ചു നേരമായോ തുടങ്ങിയിട്ട്, സമയമായിട്ടുണ്ടോ അതോ തുടങ്ങിയിട്ടുള്ളൂ എന്ന് ചോദിച്ചിട്ടുണ്ടാവും. എന്തായാലും അങ്ങനെ പറയുന്ന ഇടയിൽ സുൽത്താനുൽ ഉലമ ഒരു കാര്യം പറഞ്ഞു. അതാണ് ഭയാനക. ഇയാൾ ഇവിടുന്ന് പോണില്ലല്ലോ റബ്ബേ, ആരാണ് ഈ പറക്കണത്? മനുഷ്യന്മാർ ഈ കോലത്തിൽ പറക്കാൻ തുടങ്ങിയോ? അല്ല, കാലഘട്ടം മാറിയില്ലേ? AI ഒക്കെ വന്ന സ്ഥിതിക്കേ, നൂറ്റാണ്ട് മാറിയപ്പോ അതാ തെങ്ങിന്റെ മുകളിൽ കയറി. ഇപ്പൊ അവിടെ തന്നെ ഇരിക്കുമെന്നാവോ? അവിടെ ഇരുന്നോട്ടെ. എന്തായാലും കുറച്ചു നേരം നമുക്കൊന്ന് പുറത്തിറങ്ങി കാണണമെങ്കിൽ ഈ പരിപാടി കഴിയും വേണം. ഏതായാലും മുസ്ലിയാർ പറയും. ഉടനെ ഉസ്താദിന്റെ വാക്കിങ്ങനെ തന്നെയാണ്. ഒരു കാര്യം പറഞ്ഞു, ആ തടസ്സമെങ്ങാനും ഇവിടെ ഇല്ലായിരുന്നുവെങ്കിൽ നിങ്ങൾക്ക് തങ്ങൾ പാപ്പയെ കാണാമായിരുന്നു. ആകാശത്തിലുള്ള പറക്ക് മാത്രമുള്ള കറാമത്ത് കാണിക്കാൻ മാത്രം പവറുള്ള മഹാനാണ്. ഇപ്പൊ ആ പറഞ്ഞ തടവ് പോയിക്കുന്നുണ്ട്. ആ മറ ഉണ്ടല്ലോ, അങ്ങനെ ഒരു സംഭവം മറ ഇല്ലെങ്കിൽ പറക്കുമാറ് കാണാമായിരുന്നു പറഞ്ഞില്ല. വെറുതെ അല്ല, ഞാൻ ഈ വീഡിയോ എടുത്ത് കണ്ട് റിയാക്ട് ചെയ്യുന്നുണ്ടെന്ന് മൂപ്പര് അറിഞ്ഞാണ്. ഇപ്പൊ തെങ്ങുമ്പോ ഇരിക്കണേ, ഇങ്ങോട്ട് ഇങ്ങനെ നോക്കി കുത്തിരിക്കാൻ. എന്നിട്ട് എന്താപ്പം ചെയ്യണെന്ന് അത് അവിടുന്ന് ഇറങ്ങിട്ടോ, പാറി ഇറങ്ങി. ഇനിയിപ്പോ എന്താ കാട്ടപ്പെടുന്നത്? ഇയാളെ പിടിച്ചു കട്ടപ്പോ ഇനി നൗഷാദിനെ വിളിച്ചേണ്ടി വരും, അതോ പകരനെ വിളിച്ചാൽ മതിയോ? പടച്ചോൻ, ആകെ മാനം കെട്ടല്ലോ. ഞാനിപ്പോ ഈ വീഡിയോ ചെയ്ത് കുടുങ്ങിയോ? ഇനി അടക്കം കൊണ്ടുപോവാ. പടച്ച റബ്ബേ, ആകെ മാനം കെട്ടുട്ടോ. പറക്കന്നെയാണ്. ഇയാളെ പേരെന്താ? ഇയാളെ ആർക്കേലും അറിയെങ്കിൽ ഇയാളൊന്ന് വിളിച്ചിട്ട് പറയട്ടോ, ഒന്ന് പിന്നെ ഇടങ്ങേറുണ്ടാക്കല്ലേ എന്ന് പറയാൻ പറയും. കേട്ടില്ലേ? സുൽത്താനുൽ ഉലമയുടെ വചനമാണ്. ആര്? ഉള്ളാള് തങ്ങള് ആകാശത്തിലൂടെ പറക്കണ കാഴ്ച നിങ്ങൾക്ക് കാണാമായിരുന്നു, ഒരു മറ കൂടി ഇല്ലായിരുന്നെങ്കിൽ. അപ്പൊ മൂപ്പരവിടെ പറന്ന് കളിച്ചിട്ടുണ്ട്. നിങ്ങളെ കണ്ണിനുള്ള മറ കൊണ്ടാണ് നിങ്ങൾ കാണാത്തെന്നൊക്കെ പറഞ്ഞേക്ക. മനസ്സിലായില്ലേ? ആളുകൾക്കൊക്കെ ഒരു മറ അള്ളാഹു കൊടുത്തിക്കാണ്. കാരണം സുൽത്താൻ പറക്കണ കാണണ്ടല്ലോ. പക്ഷെ ആ മറ എനിക്ക് നീക്കിട്ടെന്നാ ഞാൻ ഇപ്പൊ അതുകൊണ്ടാണ് കണ്ടത്. ഒരു വെള്ളക്കുപ്പായും വെള്ള തുണി തന്നെ എടുത്തിക്കണം. എന്നാ പറക്കുമ്പോ പാൻറ് ഇട്ടൂടെ, എന്നാ പാറി കളിച്ചൂലല്ലോ. അങ്ങനെ തുണി ഇങ്ങനെ പാറി കളിച്ചിട്ടുണ്ട്. നമ്മള് കാറ്റത്ത് ഒരു സൗണ്ടും ഉണ്ടാവുമല്ലോ, ഇങ്ങനെ പടപടപടാറുണ്ട്. തുണി ഇങ്ങനെ പാറി കളിച്ചുകൊണ്ട് തലക്കെട്ട് കൊയിഞ്ഞാടോ പാവം. കൊയിഞ്ഞാടിയപ്പോ എടുത്തെടുക്കാനും ആളില്ലല്ലോ, ഒപ്പം വേറെ ആളും ഇല്ലേനും. പൈച്ചിനീ നിന്നിക്കണാവോ? നിങ്ങൾ പൈച്ചിനീ നിന്നിക്കണോ? ഇല്ല, ഇങ്ങോട്ട് പോരി, കുടിക്ക് പോരി കേട്ടോ. കുറച്ച് കഞ്ഞി കുടിച്ച് പോയിക്കോളി. ഈ കൊല്ലം പറന്ന് നടക്കുമ്പോ ഇത് പെട്രോൾ അടിച്ച് കാണുന്നല്ലോ. ഇനിയിപ്പോ വിമാനത്തിന് ഇറക്കണ ആ സാധനം കയറ്റുണ്ടോ അതും അറിയില്ല. തിന്നിട്ടില്ല, ഇങ്ങോട്ട് പോരിട്ടോ. ഞാൻ ഈ വീഡിയോ കഴിഞ്ഞിട്ട് നമുക്ക് കുടിക്ക് പോവാ. മൂപ്പരാൾ ഇങ്ങനെ നോക്കി കുത്തിരിക്കണേ. അണ്ടി പോയ അണ്ണാന്റെ മാതിരി ആ തെങ്ങുമ്പോ ഇങ്ങനെ കുത്തിരിക്ക്, ആ തെങ്ങുമ്പോ കുത്തിരുന്ന് ഇങ്ങനെ നോക്കുക. ഈ ജാതി കറാമത്തൊക്കെയാണ് നടക്കണത്. പിന്നെ എങ്ങനെ മനുഷ്യന്മാര് മുസ്ലിങ്ങളാവുക? ഇതൊക്കെ വിശ്വസിക്കാക്കാൻ പറ്റും? നമ്മളെ കണ്ണോട് കാണല്ലേ. ഓൽക്ക് മറ ഉണ്ടായതുകൊണ്ട് കാണാൻ പറ്റില്ല. സുൽത്താനുൽ ഉലമയും ഞാനും കണ്ടു, ഞങ്ങളെ കറാമത്തോണ്ട്. അപ്പൊ നിങ്ങളാരും അതിന് കൊയിന്തടിയിട്ട് കാര്യമില്ല. ഞങ്ങൾ രണ്ടാളും കണ്ടു. ഞാനും സുൽത്താനുൽ ഉലമയും കാഴ്ച കണ്ടു. പറക്കന്നെയാണ്. ഇങ്ങനെ കൈ നമ്മളിങ്ങനെ ചിറകടിച്ച്, പിന്നെ പക്ഷികൾ ഇങ്ങനെ ചിറകടിച്ചിട്ടുണ്ടല്ലേ നമ്മള്, അതേപോലെ കൈ ഇങ്ങനെ അടിക്കുന്നുണ്ട്. കാല് നീന്തുമ്പോ കാട്ടണ മാതിരി കാല് ബാക്കിലിട്ട് ഇങ്ങനെ അടിക്കാണ്. അല്ല അപ്പൊ കാലുകൊണ്ട് വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല. കാല് നേരെ നിക്കണില്ല.
അപ്പൊ ഇങ്ങനെ കാല് പൊന്തിച്ചണും താത്തണുണ്ട്. എന്നാ ആയിക്കോട്ടെ, എന്നാലും ഞാനേ മൂപ്പര് എന്താ കാട്ടണമെന്ന് നോക്കട്ടെ. കഞ്ഞി കുടിച്ചിട്ടില്ല ഞാൻ ചോദിച്ചു നോക്കട്ടെ, ഇവിടുന്ന് ചോദിച്ചാൽ കേട്ടിട്ടില്ലേനു. അപ്പൊ ഞാൻ മൂപ്പര് കൊണ്ടുപോയാണ് കുറച്ച് കഞ്ഞി കൊടുക്കട്ടെ കേട്ടോ. നമുക്കിന്ന് അടുത്ത വീഡിയോയിൽ കാണാം.